വിശുദ്ധിയുടെ അളവുകോൽ ആത്മാർത്ഥതയാണ്. 10ാം ക്ലാസ്സിലെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു വാചകമാണിത്. ആത്മാർത്ഥതാരാഹിത്യമാണ് സീറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഐക്യത്തിനു വേണ്ടി ഐക്യരൂപം നടപ്പിലാക്കണമെന്ന് 2021 ഓഗസ്റ്റ് മാസത്തിൽ നിയമവിരുദ്ധമായതും പാരമ്പര്യത്തിനെതിരായതുമായ രീതിയിൽ മെത്രാൻ സിനഡ് എടുത്ത തീരുമാനം സഭയിൽ ഇന്ന് ഏറെ ഭിന്നതകൾക്കും വിശ്വാസമില്ലായ്മയ്ക്കും കാരണമായിരിക്കുന്നു. പകുതി സമയം ജനാഭിമുഖവും പകുതി സമയം അൾത്താരാഭിമുഖവുമായി ബലിയർപ്പണം നടത്തിയാൽ ഐക്യരൂപം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും തിരിയലിൽ മാത്രമായി ഐക്യരൂപം പരിമിതപ്പെടുകയും മറ്റ് പല കാര്യങ്ങളിലും അനൈക്യം തുടരുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ ആഹ്വാനപ്രകാരം ഒരു തലമുറ വിശ്വാസപൂർവ്വം അർപ്പിച്ചു വന്ന ജനാഭിമുഖ കുർബാന സാധുവല്ല എന്ന് പോലും പ്രഖ്യാപിച്ച മെത്രാൻ സിനഡിന് മത്തായി 15:3 തിരുവചനത്തിലെ ചോദ്യത്തിന് നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് എന്തുത്തരം പറയാൻ കഴിയും? ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നേർക്കാഴ്ച എന്ന ശീർഷകത്തിൽ ഫ്രറ്റേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് എന്ന സംഘടന പുറത്തിറക്കിയ കുറിപ്പിലാണ്. കുറിപ്പിലെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ തുടരുന്നു. യേശു അന്ത്യത്താഴവേളയിൽ അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തി ശിഷ്യർക്ക് നൽകുകയും തൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് തൻ്റെ ഓർമ്മ എക്കാലത്തും നിലനിർത്തുന്നതിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ബലിയർപ്പണത്തിൻ്റെ ഈ രീതി ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ സഭ രൂപപ്പെട്ടു വന്നതോടെ പ്രാദേശികവും സാംസ്കാരികവുമായ ഭേദഗതികളും രൂപഭാവങ്ങളും ഉൾക്കൊണ്ടു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബലിയർപ്പണ രീതി യഥാർത്ഥ വിശ്വാസങ്ങൾക്ക് അനുരൂപമല്ലാതെ വരുന്നു എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ ജോൺ 23-ാം മാർപ്പാപ്പ 2ാം വത്തിക്കാൻ സൂനഹദോസിലൂടെ പ്രാദേശിക ഭാഷകളിലും അർപ്പണ രീതിയിലെ വൈജാത്യങ്ങളെ സാമ്യപ്പെടുത്തിയും പൊതുവെ സ്വീകാര്യമായ ജനാഭിമുഖ ബലിയർപ്പണം കൊണ്ടുവന്നു. അപൂർവം ചിലയിടങ്ങളിൽ പാരമ്പര്യത്തിന് അമിത പ്രാധാന്യം നൽകിയ ചില മെത്രാന്മാർ ഈ പുതിയ രീതിയെ അംഗീകരിക്കാതെ പഴയ രീതി തന്നെ തുടർന്നു പോന്നു. സീറോ മലബാർ സഭയിലും അത്തരം ചില മെത്രാന്മാർ പിന്നീട് കുതന്ത്രങ്ങളിലൂടെ പഴയ രീതി അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന 50-50 ഫോർമുല കുർബാനക്രമം. വൈദികർക്കോ സന്യസ്തർക്കോ സാധാരണ വിശ്വാസികൾക്കോ ആർക്കും തന്നെ പുതിയ ബലിയർപ്പണ രീതിയുടെ വിശ്വാസപരമോ ധാർമ്മികമോ ആയ ഏതെങ്കിലും ഗുണങ്ങൾ പകർന്നു കൊടുക്കാൻ ആരും ശ്രമിച്ചിട്ടുമില്ല, സാധിച്ചിട്ടുമില്ല. ബലിയർപ്പണ വേളയിൽ താഴെ പറയുന്ന ചില സന്ദർഭങ്ങളിൽ കൊണ്ടുവന്ന യാന്ത്രികമായ ചില പ്രവൃത്തികൾ ഐക്യത്തിനു പകരം സംശയാസ്പദമായ ചില ആചാരങ്ങൾ മാത്രമായി അധപ്പതിച്ചു. ബലിയർപ്പണ ആരംഭത്തിൽ ചിലർ കുരിശു വരയ്ക്കുന്നു, ചിലർ വരയ്ക്കുന്നില്ല. സർവാധിപനാം കർത്താവെ പാടുന്ന സമയത്ത് ചിലർ അൾത്താരയിലേക്ക് തിരിയുന്നു, തക്സയിലില്ല എന്നതിനാൽ ചിലർ തിരിയുന്നില്ല. സുവിശേഷ ഗ്രന്ഥമെടുക്കൽ: ചിലർ സുവിശേഷ ഗീതം ആരംഭിക്കുമ്പോൾ അൾത്താരയിലേക്ക് പോകുന്നു, ചിലർ 4 വരി പാടിയതിനു ശേഷം ശുശ്രൂഷികൾക്കൊപ്പം വിളക്കുമായി പോകുന്നു. ധൂപാർപ്പണം: ചില സ്ഥലങ്ങളിൽ ദിവസവും ധൂപാർപ്പണമുണ്ട്, എന്നാൽ ചിലയിടത്ത് ധൂപാർപ്പണമേയില്ല. അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്നതും സമാധാനാശംസ നൽകുന്നതും വ്യത്യസ്തങ്ങളായ രീതിയിലാണ് രൂപതകൾ തോറും ഇടവകകൾ തോറും നടന്നു വരുന്നത്. സ്ഥാപനവാക്യങ്ങൾ: ബലിയർപ്പണത്തിലെ പ്രധാന സന്ദർഭങ്ങളിലൊന്നായ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് തുടങ്ങുന്ന സ്ഥാപനവാക്യങ്ങൾ അൾത്താരാഭിമുഖമായി ചൊല്ലുന്നുണ്ടെങ്കിലും കാസയും പീലാസയും ഉയർത്തുന്നത് പല ഇടവകകളിലും വ്യത്യസ്തമായാണ്. ചിലർ ജനങ്ങൾക്ക് അഭിമുഖമായും ചിലർ ജനങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ അൾത്താരാഭിമുഖമായും ഉയർത്തിപ്പിടിക്കുന്നു. നിൽക്കലും മുട്ടുകുത്തലും: കൂദാശ വചനങ്ങൾ ചൊല്ലുന്ന സമയത്ത് വിശ്വാസത്തിന്റെ വൈകാരിക പ്രകടനമെന്ന നിലയ്ക്ക് വിശ്വാസികൾ മുട്ടുകുത്തുന്നത് ഒഴിവാക്കി എഴുന്നേറ്റ് നിൽക്കണമെന്ന് നിർദ്ദേശിച്ചതിന്റെ പൊരുൾ ഇതുവരെയും ആർക്കും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ ചില ആചാരങ്ങൾ, നടപടികൾ കൊണ്ടുവന്നതിന്റെ വിശ്വാസപരമായ അടിസ്ഥാനമോ യുക്തിയോ ആർക്കും മനസ്സിലായിട്ടില്ല. രൂപതാ മെത്രാന്മാർ തങ്ങളുടെ ഇടവകകളിൽ വൈദികർ ബലിയർപ്പണ സമയത്ത് തിരിയുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. കേവലം യാന്ത്രിക അനുകരണങ്ങൾ മാത്രമായി ബലിയർപ്പണം പരിമിതപ്പെട്ടു എന്ന ഒരു പൊതുവികാരമാണ് ഇപ്പോൾ വിശ്വാസികൾക്കുള്ളത്. ആരാധനാക്രമ ഏകീകരണം വൈദികരുടെ ഇടയിലോ സന്യസ്തരുടെയോ വിശ്വാസികളുടെ ഇടയിലോ ഒരുവിധ ആത്മീയ ഉണർവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, സീറോ മലബാർ സഭയിലെ മുഖ്യമെത്രാനടക്കം പുരോഹിത നേതൃത്വം കേവലം ഭൗതികമായ പ്രേരണകൾക്ക് വശംവദരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ രൂപപ്പെടാൻ കാരണമായി എന്നതു മാത്രമാണ് ഏറ്റവും അവസാനത്തെ വിലയിരുത്തൽ. വിശ്വാസവും പരസ്പരൈക്യവും കരുതലുമെല്ലാം വാക്കുകളിൽ മാത്രം ഒതുക്കിയ മതനേതൃത്വം ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ ആഴ്ന്നു പോയിരിക്കുന്നു എന്ന് ഈ കുറിപ്പ് നിരീക്ഷിക്കുന്നു. സമകാലിക സമൂഹത്തെ മനസ്സിലാക്കാതെ സഭയുടെ നേതൃത്വം മുന്നോട്ടു പോകുകയാണെങ്കിൽ
അത് സഭയുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കും. അതുപോലെ തന്നെ നേതൃത്വവും വിശ്വാസി സമൂഹവും ക്രിസ്തുവിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് ലോകത്തിൻ്റെ രീതികളെ അനുകരിക്കുകയാണെങ്കിൽ സഭയുടെ ആത്മീയ ശക്തി ക്ഷയിക്കുകയും നാശത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠവുമാണ്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് യാക്കോബ് 4:4 വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുന്നു എന്ന നിരീക്ഷണത്തോടെയാണ് ഈ കുറിപ്പ് ഫ്രറ്റേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് അവസാനിപ്പിക്കുന്നത്.